നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷം നിത്യജീവിതത്തിൽ എന്താണ്? നിത്യജീവിതത്തിൽ ജ്യോതിഷത്തിൻ്റെ പങ്ക്, അതിനെക്കുറിച്ചാണ് ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള സുഖ ദുഃഖ അനുഭവങ്ങളെ ആ കുട്ടി ജനിച്ച സമയത്തെ ഗ്രഹനില, രാശിചക്രത്തെ വച്ചുകൊണ്ട് ആ ഗ്രഹനില ഗണിച്ച് ആ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തി ഒരു ജാതകമൊക്കെ തയ്യാറാക്കി നമുക്ക് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇന്ന കാലഘട്ടത്തിൽ ഇന്നത് സംഭവിക്കും, അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്, ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്യോതിശാസ്ത്രത്തെ ഏതൊരു ശാസ്ത്രത്തിനും അതിൻ്റെതായ ആ ശാസ്ത്രത്തിലേക്ക് അറിയണമെങ്കിൽ നമ്മൾ ആ ശാസ്ത്രത്തെ അനുഭവത്തിലേക്ക് എടുക്കണം. അപ്പം ഇവിടെ ഒരു ജ്യോതിഷി എന്ന നിലയിൽ ഒരു കുട്ടി ഇവിടെ ജനനം മുതലുള്ള ഈ ശാഖയുടെ ഇടപെടലിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പം ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഒരു കുഞ്ഞിൻ്റെ ജനനമാണ് ആദ്യം മുന്നിൽ വരുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി വിവാഹമൊക്കെ കഴിച്ചു. കാരണം ഇതൊരു അനുസ്യൂത പ്രക്രിയയാണ്, ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ നടന്നു പോകുന്ന, കാലത്വങ്ങളായി നടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. ഒരു പെൺകുട്ടി വിവാഹപ്രായമെത്തിയാൽ അതിന് രക്ഷിതാക്കൾ ഒരു വിവാഹം നടത്തുന്നു, വിവാഹം കഴിയുന്നു, അവർക്ക് സന്തതികൾ ഉണ്ടാകുന്നു. അവിടെ ആ കുഞ്ഞിൻ്റെ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന ആ നിമിഷം മുതൽ ആ പെൺകുട്ടിയുടെ അമ്മമാര്, അതായത് രക്ഷിതാക്കൾ, ആ കുട്ടി കല്യാണം കഴിച്ച് വിട്ട പെൺകുട്ടിയുടെ രക്ഷിതാക്കളും കല്യാണം കഴിച്ച് ചെന്ന വീട്ടിലെ രക്ഷിതാക്കളും, അതായത് ഈ കുട്ടിയുടെ ഭർത്താവിൻ്റെ കുടുംബക്കാരും വളരെ ആഗ്രഹിച്ച് കാത്തിരുന്ന് രണ്ട് തലമുറയിലെയും ഒരു ശിശു ജനിക്കാൻ പോകണം. കുഞ്ഞിൻ്റെ അമ്മ കുടുംബത്തിലേക്കും ഒരു പുതിയ അതിഥി വരാൻ പോകുന്നു, കുഞ്ഞിൻ്റെ അച്ഛൻ കുടുംബത്തിലേക്കും ഒരു പുതിയ അതിഥി വരാൻ പോവുകയാണ്, ഒരു പുതിയ തലമുറയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതിന് ഈ ഗർഭിണിയാണെന്ന് അറിയുന്ന നിമിഷം മുതൽ ആ കുട്ടിയെ ഇങ്ങനെ വേണ്ടത്ര സമയാസമയങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ച് വേണ്ട ചെക്കപ്പൊക്കെ നടത്തി അങ്ങനെ 7 മാസം എത്തുമ്പോൾ, 7 മാസത്തിൽ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും ഭാര്യ വീട്ടിലേക്ക്, അതായത് കുട്ടിയുടെ സ്വന്തം ഗ്രഹത്തിലേക്ക് പ്രസവത്തിന് കൊണ്ടുവരും. ആ പ്രസവത്തിന് കൊണ്ടുവരുന്ന സമയത്ത് തൊട്ട് നമ്മളവിടെ കല്യാണത്തിനൊക്കെ ജാതകമൊക്കെ നോക്കി കല്യാണം നടത്തുന്നവരുണ്ട്. ഇനിയിപ്പോൾ അറിയാതെ ചിലപ്പോൾ ജാതകമൊക്കെ നോക്കാതെ കല്യാണം നടത്തിയാൽ പോലും ഈ കുഞ്ഞിൻ്റെ ജനനം മുതൽ തീർച്ചയായും ആ കുട്ടിയുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ രക്ഷിതാക്കളോ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അമ്മയുടെ വീട്ടുകാരും അച്ഛൻ്റെ വീട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് ഒരു സമയം, ഏറ്റവും നല്ല സമയം കുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അതിൻ്റെ സ്വന്തം വീടാണ് ഏറ്റവും നല്ലതെന്നുള്ളത് കരുതിയിട്ട് അമ്മയുടെ അടുത്ത് അവൾ ഏറ്റവും സുരക്ഷിതയായിരിക്കും, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ അമ്മ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് തന്നെ ഒരു ജ്യോത്സ്യനെ അല്ലെങ്കിൽ ഒരു ആചാര്യനെ കണ്ട് ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ട് തിരുമേനി എൻ്റെ മോളെ ഇന്ന് പ്രസവത്തിന് കൊണ്ടുവരാൻ പോവാണ് കേട്ടോ, അപ്പോൾ തെളിച്ച ഒരു നല്ല ദിവസം ഒന്ന് പറഞ്ഞു കൊടുത്തത് 7-ാം മാസമാണ്, അപ്പോൾ 7 പിറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 8 പിറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരണം. അപ്പം തിരുമേനി പറയാം ഇന്ന ദിവസം കുഴപ്പമില്ല, ഒരു നല്ല ദിവസം നോക്കി പറയും. ഇനി അമ്പലത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ പോയി തിരുമേനിയോട് ചോദിച്ച് പറയുന്നവരുണ്ട്, ജ്യോത്സ്യനെ വിളിച്ച് ചോദിച്ചിട്ട് പറയുന്നുണ്ട്, കുടുംബ ജ്യോത്സ്യന്മാരുള്ളവരുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ ഓൺലൈനിലെങ്കിലും ആരോടെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചിട്ട് ഒന്ന് ഡോക്ടറെ ഒന്ന് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ നല്ല സമയം വരുമ്പോൾ അവിടെ തന്നെയുണ്ട് ഈ 7-ാം മാസത്തിലാണെങ്കിൽ 7 തരം പലഹാരങ്ങളൊക്കെ ആയിട്ട് ചെന്ന് ഭർത്താവിൻ്റെ കുടുംബത്തിൽ ആ കുട്ടിയെ ഞാൻ മോളെ ഇവിടെ കല്യാണം കഴിച്ചയച്ചു, നമുക്കൊരു അടുത്ത തലമുറ ഉണ്ടാവുകയാണ്. അപ്പം അതിൻ്റെ സന്തോഷ സൂചകം
കുടുംബമായിട്ട് ഞാൻ മോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, മോനെയും കൂടെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും മധുരമൊക്കെ ഒന്ന് പങ്കുവച്ചു. എന്നിട്ട് പുളികുടി സീമന്തം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പ്രസവമാണെങ്കിലാണ് ഇതിൻ്റെ കൂടുതൽ ചടങ്ങ്. അപ്പം അവിടെ നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് ഈ പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ വന്നു, പിന്നെ കാത്തിരുന്ന് അങ്ങനെ നല്ല ദിവസം നോക്കി ശരിക്കും. അപ്പോഴേക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറുന്തോട്ടി കഷായം കൊടുക്കും. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവരുണ്ട്. അതിൻ്റെ പുറമെ പ്രായമായവരുണ്ടെങ്കിൽ പറയും, കുഞ്ഞിൻ്റെ തല ഇങ്ങനെ നല്ലോണം ഉരുണ്ട് വരണം, നല്ല ഷേപ്പിലുള്ളതാവണം. അതുകൊണ്ട് കുറുന്തോട്ടി കഷായം കഴിച്ചാൽ 1000 കുറുന്തോട്ടി വേരിട്ട് കഷായം കഴിച്ചു കഴിഞ്ഞാൽ, പാൽ കഷായം കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ തല നല്ല ഇതായിരിക്കും. അതുകൊണ്ട് ആവൂന്ന് പറയുന്നതിന് മുമ്പേ പ്രസവം കഴിയും. സാധാരണ പ്രസവത്തിന് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ മുത്തശ്ശിമാരുടെയൊക്കെ അഭിപ്രായങ്ങൾ പലതും അങ്ങനെ പ്രായമായവരുണ്ടെങ്കിൽ അതൊക്കെ കേൾക്കാം. അതൊക്കെ കേട്ട് എന്തായാലും പ്രസവ സമയം അടുത്തു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, ഇതൊക്കെ ഇപ്പം നാട്ടിൻ പുറത്താണെങ്കിൽ വീടുകളിൽ വെച്ച് പ്രസവം നടക്കുന്ന സാഹചര്യങ്ങൾ എല്ലാ പെൺകുട്ടികൾക്കും അതിനുള്ള ഭാഗ്യം കിട്ടുമോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നാടും വീടും വിട്ടു പോകേണ്ടവരുണ്ട്. അച്ഛനെയും അമ്മയൊക്കെ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ കൂടെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അപ്പോൾ ആ പെൺകുട്ടികൾക്ക് അവർക്ക് രക്ഷിക്കാൻ വേണ്ടി ഭർത്താവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഭർത്താവിൻ്റെ പരിചരണത്തിൽ ഹോസ്പിറ്റലിൽ പോയി അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നമുക്ക് സമയം നോക്കി, നല്ല ദിവസം നോക്കി, നല്ല സമയം നോക്കി സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അധികം വിദേശ രാജ്യങ്ങളിൽ അധികവും സാധാരണ പ്രസവത്തെയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ സാധാരണ പ്രസവമാണ്. പിന്നെ തീരെ നിവൃത്തിയില്ല, എന്തെങ്കിലും കുട്ടിക്കും കുട്ടിയുടെ കുട്ടിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും, അമ്മയ്ക്കും കുഞ്ഞിനുമൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്ന സാധ്യത ഉണ്ടെങ്കിൽ മാത്രമാണ് സിസേറിയൻ ഉണ്ടാവുക. അല്ലെങ്കിൽ അധികവും നോർമലായ പ്രസവം തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ പ്രസവ സമയത്ത് ആ കുട്ടി അതായത് പെൺകുട്ടിയും അതിൻ്റെ ഭർത്താവും ഉണ്ടാവും. ആ പ്രസവിക്കുന്നത് അവിടുത്തെ എല്ലാ മുറികളും പ്രസവ മുറികൾ തന്നെയാണ്. ഹോസ്പിറ്റലിൽ ഒരു മുറിയിലാക്കിയാൽ അവിടെ പ്രസവിക്കാനുള്ള പ്രസവ മുറിയെന്നോ ലേബർ റൂമെന്നോ ലേബർ വാർഡെന്നോ അതൊന്നും പ്രത്യേക സ്ഥലമൊന്നുമില്ല. ഗർഭിണിയായ ഒരു പെൺകുട്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂം, ശരിക്കും അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഡോക്ടർമാരും നഴ്സുമാരും വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിന് പെയിൻ വരാനുള്ള എന്താ വെച്ചാൽ കൊടുക്കും. സമയം സമയം. അപ്പോൾ രക്ഷിതാക്കൾ, 2 കുടുംബത്തിലെയും രക്ഷിതാക്കൾ ഇവിടെ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് ഒരു നല്ല സമയത്തായിരിക്കണേ ഈ കുഞ്ഞിൻ്റെ ജനനം. അച്ഛൻ്റെ വീട്ടുകാർക്കും അമ്മ വീട്ടുകാർക്കും ഒന്നും ദോഷം ഉണ്ടാവരുത്, കുഞ്ഞിന് ദോഷം ഉണ്ടാവരുത്, രക്ഷിതാക്കൾക്ക് ആർക്കും ദോഷം ഉണ്ടാവരുത്, അമ്മാവന്മാർക്കൊന്നും ദോഷം ഉണ്ടാവരുത്. അങ്ങനെയൊക്കെ ഒരു ചിന്തകളാണ്. പല പ്രാർത്ഥനകളും എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ നടത്തി ഒരു കുഴപ്പവുമില്ലാതെ 2 പാത്രമായി തിരിഞ്ഞു. അപ്പോൾ തന്നെ വിദേശത്തൊക്കെ ആണെങ്കിൽ ഇപ്പോഴും നമ്മുടെ നാട്ടുകളിലും അങ്ങനെ തന്നെയാണ്. കുഞ്ഞ് ജനിച്ചാൽ ഉടനെ തന്നെ കുഞ്ഞിൻ്റെ അച്ഛനെ കൂടി ഇപ്പോൾ പ്രസവമുറിയിലേക്ക് കയറ്റുന്ന സാഹചര്യമാണ് വിദേശ രാജ്യങ്ങളിൽ. ഇപ്പം നമ്മുടെ ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പോഴും അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആ പ്രസവം കഴിയുമ്പോൾ, അപ്പം അതിനു മുമ്പേ നല്ല ദിവസമൊക്കെ ചിലപ്പോൾ ചില ഡോക്ടർമാർ പറയും നല്ല ദിവസവും നല്ല സമയമൊക്കെ നോക്കി വെച്ചോളൂ, ഈ ദിവസമൊക്കെയാണ് സാധാരണ പ്രസവം നടക്കാനുള്ള സാധ്യത, അത് നിങ്ങൾക്ക് പറ്റുന്ന ദിവസം വേണമെങ്കിൽ പറഞ്ഞുകൊടുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ദൈവം ഒരു സമയം ഈ കുഞ്ഞിന് ജനിക്കാനുള്ള സമയം കുറിച്ച് വച്ചിട്ടുണ്ട്. ആ സമയത്ത് കൃത്യമായി കുഞ്ഞു ഭൂമിയിലേക്ക് വരുന്ന ആ സമയം അപ്പം തന്നെ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പം തന്നെ തീരുമാനിക്കുകയാണ്, ഈ കുഞ്ഞ് ഇന്ന സമയത്ത് ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ അമ്മയുടെ ദേഹത്തേക്ക് അങ്ങോട്ട് എടുത്ത ഡോക്ടർ ഒന്ന് അതിൽ നിന്ന് ഇതാക്കി അങ്ങനെ തന്നെ അമ്മയുടെ മാറിലേക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് അവിടെ കാരണം അതുവരെ ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ, അമ്മയുടെ ശരീരത്തിനുള്ളിൽ, ഗർഭപാത്രത്തിനുള്ളിൽ സുരക്ഷിതമായ ഒരു കവചത്തിനുള്ളിൽ ഇരുന്നാണ്. അപ്പോൾ പെട്ടെന്ന് പ്രകൃതിയോട് ഇണങ്ങാൻ അതിന് സമയമെടുക്കും. അതുകൊണ്ട് മാറോട് ചേർത്ത് കിടത്തിയിട്ട് കുഞ്ഞിന് പാല് കൊടുത്തോളാൻ പറയും. അതിന് മുമ്പ് അച്ഛൻ്റെ കയ്യിലൊന്ന് തൊടിക്കും. കാരണം അമ്മയുടെ സ്പർശനവും അച്ഛൻ്റെ സ്പർശനവും കുഞ്ഞിന് ആവശ്യമാണ്. എത്ര അപ്പൂമ്മമാരുണ്ടായാലും അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിലും ശരി,
അവർ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ അവകാശം. പിന്നെ അവിടുന്ന് തന്നെ മുലപ്പാൽ കൊടുത്ത് കുട്ടിക്ക് വേണ്ട ആരോഗ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചേർക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ആ ജനന സമയം കുറിച്ച് വെച്ചുകൊണ്ട്. അപ്പം അതൊക്കെ അവിടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഇടപെടലാണ്. ഈ കുഞ്ഞിൻ്റെ ജനനം കഴിഞ്ഞു ഉടനെ തന്നെ ജ്യോത്സ്യനെ വിളിച്ച് ചോദിച്ചു, അതെ ഇത്ര മണിക്കാണ് കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്, ഒന്ന് നോക്കി പറയണേ എന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ മുതൽ ആ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ അമ്മയെയും ഒരുപോലെ പരിചരിച്ച് ആ കുഞ്ഞിന് വേണ്ടതെല്ലാം സമയാസമയത്ത് ചെയ്യാനുള്ള തയ്യാറെടുക്കാണ്. പ്രസവിച്ച് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഉടനെ തന്നെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ തന്നെ വേണ്ട ഒരുക്കങ്ങളോട് കൂടിയിട്ടാണ് കൊണ്ടുവരിക. ശരിക്കും ഒരു അതിഥി വന്ന പോലെയല്ലേ നമ്മുടെ തലമുറയ്ക്ക്, പുതിയ തലമുറ വരുമ്പോൾ മുതലേ സന്തോഷത്തോടുകൂടി എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി കുഞ്ഞിൻ്റെ ജനന സമയം അറിഞ്ഞു. ജനനസമയം അറിഞ്ഞപ്പോൾ ഇന്ന നക്ഷത്രമാണ്, അപ്പോൾ ദോഷമുള്ള നക്ഷത്രമാണെങ്കിൽ അതിനെന്ത് ചെയ്യണം, ദോഷമൊന്നും ഇല്ലാത്തതാണെങ്കിൽ എങ്ങനെയായിരിക്കണം, പിന്നെ അങ്ങോട്ട് ഓരോ അപ്പം അവിടെ നോക്കൂ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിൻ്റെ ജനനത്തെ നമ്മൾ രേഖപ്പെടുത്തി ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഇനി ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശിയിലാണ് നിൽക്കുന്നത്, ശുഭഗ്രഹങ്ങളാണോ, ഇനി എന്തെങ്കിലും നീചത്വമുണ്ടോ, എന്തെങ്കിലും ദോഷമുണ്ടോ. അപ്പോൾ പിന്നെ ജ്യോത്സ്യനെ കണ്ട് ഉടനെ ചോദ്യങ്ങൾ ചോദിച്ചു. ചിലർ അമ്പലത്തിലെ ശാന്തിക്കാരോട് ചോദിച്ചു. അങ്ങനെ വിവരങ്ങൾ അറിഞ്ഞു. അവിടെ മുതൽ പിന്നെ ഓരോ സ്റ്റെപ്പിലും ഒരു കുഞ്ഞ് ജനിച്ചാൽ അപ്പം തന്നെ ഒരു സന്തോഷമായി. തലമുറ ജനിച്ചതിൻ്റെ സന്തോഷം എല്ലാവർക്കും മധുരമൊക്കെ കൊടുത്ത് അങ്ങനെ ആശുപത്രിയിൽ വന്നു, വീടുകളിൽ വന്നു, അതിൻ്റെ വേണ്ട ഇതായി. പിന്നെ ഉടനെ തന്നെ നടക്കുന്നത് ശരിക്കും ഈ കുഞ്ഞിൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം വേർപെടുന്ന പൊക്കിൾക്കൊടി. ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിലൊക്കെ ആ പൊക്കിൾക്കൊടി വീഴും. അപ്പോഴും ആ വീണത് സൂക്ഷിച്ച് എടുത്ത് ചിലർ സൂക്ഷിച്ച് വയ്ക്കും, ചിലരത് മറവ് ചെയ്യും, ചിലരത് കുഴിച്ചിടും, ചിലരത് ഭദ്രമായി സൂക്ഷിക്കും. അപ്പം ആ സമയം വരെ നോക്കുന്നുണ്ട്. കാരണം അമ്മയും കുട്ടിയുമായിട്ടുള്ള ആ ബന്ധത്തിന് ഓരോന്ന് എത്ര ചിട്ടയോടുകൂടിയാണ് ആ കുഞ്ഞിനെ നമ്മൾ ശരിക്കും നമ്മുടെ ഹൃദയത്തോട് ചേർക്കുമ്പോൾ. ഓരോ സമയത്തും അച്ഛൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും ആ കുഞ്ഞിന് വേണ്ട എല്ലാ സൗകര്യം. അപ്പോഴത്തേക്കും കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്നതിന് ആദ്യം തന്നെ കുഞ്ഞിനെ അകത്ത് ഇങ്ങനെ ഇട്ടിക്കൊണ്ട് സൂര്യപ്രകാശം, ചില കുട്ടികൾക്ക് ചില നിറവ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിറ്റാമിൻ ഡി കിട്ടുന്നതിന് വേണ്ടി സൂര്യഭഗവാനെ കാണിക്കും. സൂര്യൻ എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് സൂര്യൻ. അപ്പോൾ സൂര്യഭഗവാനെ കാണിക്കുകയാണ്. പ്രകൃതിയുമായിട്ട് ഇണങ്ങാനായിട്ട് വെള്ളത്തോട്, ഭൂമിയോട്, എല്ലാത്തോടും പഞ്ചഭൂതങ്ങളോടും ആ കുട്ടി ഇങ്ങനെ ഇണങ്ങാനായുള്ള പ്രതികരണം ചെയ്യാണ്. വെളിച്ചം, അതുപോലെ തന്നെ കാറ്റ്, അതുപോലെ തന്നെ വായു, വെളിച്ചം, അതുപോലെ തന്നെ അഗ്നി, അതുപോലെ ജലം, പിന്നെ ഭൂമിയിലാണ് എല്ലാ ആ പഞ്ചഭൂതങ്ങളോടുമുള്ള കുഞ്ഞിൻ്റെ ആ പ്രതികരണം. അത് കഴിഞ്ഞ് കുഞ്ഞിനെ നമ്മൾ തൊട്ടിലാണ് തൊട്ടിൽ കിടത്തുമ്പോൾ ആ തൊട്ടിൽ കിടത്തുന്നതിന് ആദ്യമൊക്കെ അമ്മയുടെ അടുത്ത് തന്നെയായിരിക്കും. അപ്പോൾ എന്തായി, ആ കുട്ടിക്ക് ഒന്നും വരാതിരിക്കാൻ കവചം, അതും ഒരു ഇത് തന്നെയാണ്. ദോഷങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പൂതിയുണർത്തി എന്ന് പറയുന്ന ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനനുസരിച്ചിട്ട് കവചമെല്ലാം കിട്ടി. പിന്നെ ഓരോ ചടങ്ങുകൾ നടത്തുമ്പോഴും കുഞ്ഞിൻ്റെ ശരിക്കും ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് ജനനമെങ്കിൽ, അല്ലെങ്കിൽ ജനിച്ചാൽ ഉടൻ തന്നെ അപ്പം തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന്, ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായിട്ട് കുഞ്ഞിന് അപ്പം തന്നെ പേരിടണം. അപ്പം രക്ഷിതാക്കൾ ഇപ്പം നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് നേരത്തെ തന്നെ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നറിയും. അപ്പോൾ എന്തായി, അപ്പം എല്ലാവരും അവർ തന്നെ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തന്നെ അവരുടെ പേരുമായി ബന്ധപ്പെട്ടിട്ട്, കുഞ്ഞിൻ്റെ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിട്ട്, കുഞ്ഞ് മൂത്തവർ ഇപ്പം രണ്ടാമത് ജനിക്കുന്ന കുട്ടിയാണ്, മൂത്ത കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട്, പിന്നെ പലരും എന്ത് ചെയ്യും, ലളിത ദേവി മഹാത്മ്യത്തിലെയും ലളിത സഹസ്രനാമത്തിലെയും ഭഗവാൻ അവരുടെ ഇഷ്ടദൈവത്തെയൊക്കെ ബന്ധപ്പെട്ട പര്യായ പദങ്ങൾ കണ്ടെത്തി പേര് തിരഞ്ഞെടുക്കും. ഒരു കാലത്ത് ഭഗവാന്റെ പേരുകൾ മാത്രം, ഭഗവാന്റെയും ഭഗവതിയുടെയും പേരുകൾ മാത്രമായിരുന്നു. പിന്നെ ഇടയ്ക്ക് അതൊക്കെ മാറിയിട്ട് വീണ്ടും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാരണം ദൈവത്തിൻ്റെ പേരുകൾ ഇടാൻ തുടങ്ങി. എന്താണ്
അങ്ങനെ അപ്പോൾ ആ ദൈവത്തിൻ്റെ പേരിടുമ്പോൾ അങ്ങനെയെങ്കിലും എൻ്റെ കുട്ടി ലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ, ദേവി എന്ന് വിളിക്കുമ്പോൾ, മഹാത്മ്യ എന്ന് വിളിക്കുമ്പോൾ, ഏക എന്ന് വിളിക്കുമ്പോൾ, ഐശ്വര്യ എന്ന് വിളിക്കുമ്പോൾ, ഐശ്വനി എന്ന് വിളിക്കുമ്പോൾ എല്ലാം ഓരോ ദേവതകളുടെ പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ, അതുപോലെ തന്നെ ശ്രീ എന്ന് വിളിക്കുമ്പോൾ, ഹരി എന്ന് വിളിക്കുമ്പോൾ, ഗിരി എന്ന് വിളിക്കുമ്പോൾ, രവി എന്ന് വിളിക്കുമ്പോൾ, ഓരോ പേരിനും ഓരോ പേരിൽ പോലും ആ ഭഗവാന്റെ ചൈതന്യം തുളുമ്പുന്ന പേരുകൾ കണ്ടെത്തി വിളിക്കാനായിട്ട് ശ്രമിക്കും. അവിടെയും അങ്ങനെ ഒരു പേര് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് പേര് കൊടുത്തു, ബർത്ത് ചക്രമൊക്കെ ഇട്ടു. പക്ഷെ അത് പേപ്പറിൽ വരുന്ന പേരാണ്. കുഞ്ഞിൻ്റെ ജനനത്തെ നമ്മൾ പത്രത്തിൽ അല്ലെങ്കിൽ ഒരു രേഖയായിട്ട് അതിനെ അറിയുന്നുള്ളൂ. പക്ഷെ അപ്പോൾ കുഞ്ഞറിയുന്നില്ല ചടങ്ങ്. രക്ഷിതാക്കൾ ഭാര്യയും ഭർത്താവും മാത്രം അറിഞ്ഞ് കുഞ്ഞിന് പേരിട്ടു. പക്ഷേ രക്ഷിതാക്കൾക്കൊരു രക്ഷിതാക്കളുണ്ടല്ലോ, അതായത് തലമുറകൾ കാത്തിരിക്കുന്ന, മകൾക്കൊരു കുട്ടി ഉണ്ടായി കാണാൻ കാത്തിരിക്കുന്ന, മകനൊരു കുട്ടി ഉണ്ടായി കാണാൻ കാത്തിരിക്കുന്ന, മകൻ്റെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങുകളൊക്കെ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്ന, അവരുടെ കുടുംബത്തിലേക്ക് ഒരു സന്തതി വന്നതിൻ്റെ ആ സന്തോഷം, ആ പേരിടൽ ചടങ്ങ് 28 കെട്ട് പേരിടൽ ചടങ്ങൊക്കെ നല്ലതുപോലെ നടത്താൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ എന്ത് ചെയ്യും? അപ്പം തന്നെ കുഞ്ഞിൻ്റെ ജ്യോത്സ്യനെ വിളിച്ചിട്ട് കുഞ്ഞിൻ്റെ നാമാക്ഷരം എന്താണ്, കുഞ്ഞിൻ്റെ മന്ത്രാക്ഷരം എന്താണ്. അപ്പം നാമാക്ഷരം ഉണ്ടാവും. ആ എന്നോ ഓ എന്നോ ഊ എന്നോ എന്താ. അപ്പം ആ അക്ഷരം വരുന്ന പേര് വിളിപ്പേരിടും. മന്ത്രാക്ഷരം വരുന്നതും ആവാം, നാമാക്ഷരം വരുന്നതും ആയ പേരുകൾ സെലക്ട് ചെയ്യും. അതിന് സാഖ്യശാസ്ത്ര പ്രകാരമായാലും ജനിച്ച നക്ഷത്രത്തിൻ്റെ പേരിലായാലും ആ നാമാക്ഷരവും മന്ത്രവുമായി ബന്ധപ്പെട്ട വിളിപ്പേരിട്ട് ആദ്യം തന്നെ വലത്തെ ചെവി ആൺകുട്ടികളുടെ ആണെങ്കിൽ വലത്തെ ചെവിയിൽ യഥാർത്ഥ പേരിടും, ഇടത്തെ ചെവി മഹാദേവൻ്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ പേര് പറഞ്ഞിട്ടിടും. അല്ലെങ്കിൽ അതാച്ചാൽ പേരിടൽ അല്ലെങ്കിൽ നാമകരണം എന്ന് പറയുന്ന ഒരു പ്രത്യേക ചടങ്ങാണ്. ആ ദിവസം നോക്കും. 28-ന് പേര് നാമകരണം നടത്തുക. അതായത് ജനിച്ച നക്ഷത്രം വീണ്ടും വരുന്ന ദിവസമാണ് 28. ഒരു കുട്ടി ഉത്രത്തിന് ജനിച്ചാൽ അടുത്ത ഉത്രം വരുന്നത് 28-ാം തീയതിയാണ്. അപ്പം ആ ജനിച്ച 28-ാം നാളിന് 28 കിട്ടും. ഇത് ജനിച്ച നക്ഷത്രം വരുന്ന ദിവസം. നമ്മൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞ പോലെ ജന്മനക്ഷത്രം വരുന്ന ദിവസം ആ കുട്ടിക്ക് നാമകരണം നടത്തും, തൊട്ടിൽ കിടത്തും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ നാമകരണത്തിൻ്റെ പേരിൽ ചരട് 28 ചരട് ബന്ധിക്കുക എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അരയൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അരച്ചരട് കെട്ടുക എന്ന് പറയും. എന്താ വെച്ചാൽ പേരുമണിയൊക്കെ കെട്ടി, അതായത് കുഞ്ഞിനൊരു അരയ്ക്കൊരു ഒതുക്കം വരുന്നതിന് വേണ്ടിയിട്ട് പേര് ചരട് കെട്ടൽ എന്ന് പറയും. അപ്പം നാമകരണവും പേര് അതും ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പഞ്ചലോഹത്തിൻ്റെ ഒരു കുഴലൊക്കെ ഇട്ട് ഒരു 8 മണിയൊക്കെ ചേർത്ത് എന്നിട്ടാണ് വെള്ളി അരഞ്ഞാണമോ സ്വർണ്ണ അരഞ്ഞാണമോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ നാമകരണം എന്ന ചടങ്ങ് വരുമ്പോൾ പോലും നമ്മൾ അവിടെ ജ്യോതിശാസ്ത്രപരമായിട്ട് പേര് തിരഞ്ഞെടുത്ത് ചടങ്ങുകൾ വെച്ച് 10 പേർക്ക് ഒരു അന്നദാനം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊടുക്കുകയാണ്. അത് അച്ഛൻ്റെ വീട്ടുകാർ വരും, അമ്മയുടെ വീട്ടുകാരും വന്ന് കുട്ടി വളരെ ആഘോഷമായിട്ട് ആ കുഞ്ഞിൻ്റെ പേരിൽ ഒരു വലിയ ആഘോഷം നടക്കുകയാണ്. വീട്ടിലൊക്കെ നല്ലോണം അലങ്കരിച്ച് വൃത്തിയാക്കി. അപ്പോൾ ആദ്യത്തെ ഒരു സംസ്കാരമാണ്. ഒരു കുട്ടിയുടെയും ജനനത്തിൽ 16 സംസ്കാരങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പം നാമകരണം അതിലാദ്യത്തെ ഒരു ചടങ്ങാണ്. നാമകരണം കഴിഞ്ഞാൽ പിന്നെ അപ്പം ആ നാമകരണത്തിലാണ് കുഞ്ഞിന് പൊന്നും വയമ്പും കൊടുക്കുക. വയമ്പും പൊന്നും കൂടെ മേടിച്ചിട്ട് നല്ല നാവിൽ പലയിടത്തും രക്ഷിതാക്കളാണ് ചെയ്യുന്നതെങ്കിൽ ഇവരാരുമില്ലെങ്കിൽ രക്ഷിതാക്കളുടെ, അതായത് കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് അന്യരാജ്യങ്ങളിൽ ഇതൊക്കെ നടക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഒറ്റയ്ക്കാണെങ്കിലും രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടിയാണെങ്കിലും കുഞ്ഞിൻ്റെ ചടങ്ങുകളൊന്നും ആരും മാറ്റിവെക്കില്ല. ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ നാമകരണം, ആ കുഞ്ഞിൻ്റെ ചോറൂണ്, ആ കുഞ്ഞിന് മറ്റ് ചടങ്ങുകൾ, എന്തൊക്കെ ചടങ്ങുകളാണ് ഞാൻ പറഞ്ഞില്ലേ, 16 സംസ്കാരങ്ങളും നടത്തുമ്പോൾ ആ കുട്ടി ഒറ്റയല്ല, ഓരോരുത്തരും സുഹൃത്തുക്കൾ സമ്മാനം കൊടുക്കും. രക്ഷിതാക്കൾ പരസ്പരം അച്ഛൻ അമ്മയുടെ വകയായിട്ടൊരു അരഞ്ഞാണം, അപ്പച്ചൻ്റെ വകയായിട്ടൊരു മാല, അപ്പത്തേക്ക് ഒരു വള, അല്ലെങ്കിൽ ചേച്ചിയുടെ വകയായിട്ടൊരു വള, അനിയത്തിയുടെ വകയായിട്ട്
പേരമ്മയുടെയോ അങ്ങനെ ഓരോരുത്തരും എന്തെങ്കിലേക്ക് സമ്മാനം ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ്. ഒരു തലമുറയുടെ ജനനത്തിൻ്റെ ഒരു ആഘോഷമാണ്. അപ്പം ഇതൊക്കെ കഴിയുമ്പോൾ ഇനി ഇതൊന്നുമില്ലെങ്കിൽ അച്ഛനും അമ്മയും തന്നെ എല്ലാം കുട്ടിക്ക് ഇതായത് അവരുടെ വകയാണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമാണ്. നീ മോൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, മോൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അതാ ഇത്രയും വലിയൊരു കുടുംബത്തിലെ ഒരു കണ്ണിയാണ്. ആ കണ്ണി എല്ലാവരുമായിട്ടും ഇണങ്ങി ജീവിക്കുവാനുള്ള അവനാ ഒറ്റപ്പെടാതെ ഒരു സമൂഹ ജീവി എന്നുള്ള ചിന്ത ഒരു കുടുംബം. അപ്പോൾ എവിടെ നിന്ന്? കുടുംബത്തിൽ നിന്നേ തുടങ്ങണം. അപ്പം അതിന് ഒരു കുടുംബത്തിലെ സംസ്കാരം, ആ രക്ഷിതാക്കൾ തമ്മിലുള്ള സഹകരണം, മറ്റ് രണ്ട് കുടുംബത്തിലെയും രക്ഷിതാക്കളും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ചേർന്നുകൊണ്ട് ചടങ്ങുകളെല്ലാം നല്ല രീതിയിൽ നടത്തുമ്പോൾ ആ കുഞ്ഞിനെ എനിക്ക് ആരൊക്കെ ഉണ്ട്, ആ കുഞ്ഞ് ഏറ്റവും ഭാഗ്യമുള്ള കുഞ്ഞ്. നക്ഷത്രം കൊണ്ട് എന്തെങ്കിലും ചെറിയ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവന് കിട്ടാവുന്നത്രയും മാനസികമായ സന്തോഷം, കൊച്ചിന് സന്തോഷമൊന്നും തിരിച്ചറിവില്ലെങ്കിൽ പോലും സ്നേഹമസൃണമായ പെരുമാറ്റം കുട്ടി തിരിച്ചറിയുമെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം അവിടെ മുതൽ ആ കുട്ടിയിൽ സ്വഭാവ രൂപീകരണത്തിന് ഇത് വഴിതെളിച്ചു. അതുപോലെ തന്നെ നിറങ്ങൾ കാണിക്കുക, ഈ തൊട്ടിൽ കെട്ടുമ്പോൾ തൊട്ടിൽ ഇങ്ങനെ കളർതൊക്കെ വെച്ചുകൊണ്ട് അതുമൊക്കെ ചെയ്ത് അവിടെ ദൈവങ്ങളുടെ സാന്നിധ്യങ്ങളുമൊക്കെ ഒന്ന് മനസ്സിലാക്കി രാമ, കൃഷ്ണ, ഭഗവതി, ലക്ഷ്മി ഇങ്ങനെയുള്ള പേരുകളെല്ലാം പറയുമ്പോൾ കുട്ടിയിൽ ദൈവീകത വളരും. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജനനം കഴിയുമ്പോൾ വരുന്നത് ഇപ്പം 28 കഴിഞ്ഞു, പിന്നെ 5 മാസം എത്തിയാൽ പിന്നെ ചോറൂണെന്ന ചടങ്ങാണ്. അപ്പം അതിനു മുമ്പ് 3 മാസം എത്തുമ്പോഴേക്കും അമ്മ വീട്ടിലേക്ക് നിന്നും അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നല്ല ദിവസം നല്ല സമയം കൂട്ടി അച്ഛൻ്റെ വീട്ടിലേക്ക് കയറുന്ന ദിവസമാണ് അച്ഛൻ്റെ വീട്ടിലേക്ക്. ഇതൊക്കെ പഴയ തറവാടുകളിൽ അതിന് സാഹചര്യമുള്ളവരാണ്. ഇല്ലാത്തവരാണെങ്കിലും അവർ അതിനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്താറുണ്ട്. വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ നാട്ടിലേക്ക് വരുമ്പോൾ അവരതിനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തും. അപ്പോൾ കുഞ്ഞിൻ്റെ ജന്മം കൊണ്ട് പുതിയ വീട് വാങ്ങാനുള്ള യോഗം ഉണ്ടാവും, പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം ഉണ്ടാവും, മറ്റ് വിദേശത്ത് ജോലിക്ക് പോകാനുള്ള യോഗങ്ങളെല്ലാം കുറേ യോഗങ്ങളുമായിട്ട് ജനിക്കും. അപ്പം ജനിക്കുമ്പോൾ മുതൽ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഓരോ ശുഭ നല്ലത് സുഖ ദുഃഖ ഭാവങ്ങളെല്ലാം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ തന്നെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അപ്പോഴേക്കും പേടിയാവും. അയ്യോ 28-ന് ജാതകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ജാതകത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അറിഞ്ഞാൽ പിന്നെ അപ്പം മുതൽ ടെൻഷൻ എടുക്കണ്ടേന്നാണ് പിന്നത്തെ. അപ്പോൾ ഒരു വിഭാഗം മുഴുവൻ ജാതകം എഴുതാം, അല്ലെങ്കിൽ കുഞ്ഞിനെ കുറിച്ചൊന്ന് അറിഞ്ഞു വയ്ക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ മറ്റൊരു കൂട്ടർ പറയും അയ്യോ അതൊന്നും വേണ്ട, അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, പിന്നെ നമുക്ക് ടെൻഷൻ ആവുന്നതാണ്. രോഗം വരുമോ വരാതിരിക്കുമോ എന്ന് നമ്മളിലൊക്കെ ഓരോരുത്തർക്കും എത്ര രോഗമുണ്ടെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയോ എന്ന് വെച്ചിട്ട് നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാതിരിക്കുമോ? അയ്യോ ഇനി ചെന്ന് കഴിഞ്ഞൊരു തലവേദനയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതേ പരിശോധിക്കുമ്പോൾ പല രോഗങ്ങളുണ്ടാവും എന്ന്, അതുകൊണ്ട് ഞാൻ പോണില്ല, ഞാൻ ഇപ്പോൾ തൽക്കാലം എന്തെങ്കിലും മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇരിക്കുമോ? അതുപോലെയാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ജാതകം 28-ൻ്റെ അന്ന് തന്നെ ജാതകം വായിക്കുന്നവരുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് ഒരു വയസ്സിനുള്ളിൽ കുഞ്ഞിൻ്റെ ജാതകത്തിലെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് ചെറിയ പരിഹാരങ്ങൾ ഓരോ ഗ്രഹത്തിനും അതാത് ദേവതകളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തി ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് കുഞ്ഞിൻ്റെ ദോഷങ്ങളെല്ലാം മാറ്റി ഓരോ സമയത്തും അവന് കിട്ടേണ്ടതായ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കുവാനായി സമയബന്ധിതമായി ഓരോ ജനന സമയത്ത് ഓരോ നക്ഷത്രങ്ങളുടെയും ആ ദശാകാലങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആ ദശാനാഥനെയും രാശിനാഥനെയും ഒക്കെ പ്രാർത്ഥിക്കുകയും കുട്ടിയിൽ ഭക്തി എന്ന വികാരം വളർത്തുക. കാരണം പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഒരു ദൈവാധീനം ആവശ്യമാണ്. ആ ദൈവം എക്സ് ആവട്ടെ, വൈ ആവട്ടെ, സെഡ് ആവട്ടെ, ഏതോ ആവട്ടെ, പക്ഷേ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. സൂര്യനെ ആദ്യം മുതൽ കുട്ടി കാണുന്നതാണ്. ഉദിക്കുമ്പോൾ തന്നെ സൂര്യപ്രകാശത്തെ കാണുന്നു, വൈകുന്നേരം ചന്ദ്രനെ കാണിക്കുന്നു. അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം ഇങ്ങനെ രാത്രിയും പകലും ഇങ്ങനെ മാറി വരുന്നത് കുട്ടി
കുട്ടി തന്നെ 100 ചോദ്യങ്ങൾ ഓരോ ഘട്ടത്തിലൂടെയും, അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലൂടെയും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവനിൽ എന്തൊക്കെ കുറവുകളുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് ജാതകപരമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ആദ്യം മുതൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയും മോശം കുട്ടികളായി മാറില്ല. ഒരു കുട്ടികളും പ്രോജക്റ്റിനെ ഭയക്കില്ല. ഒരു കുട്ടിയും പഠനത്തെ അതിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് പരിഹരിക്കുന്നത് പോലെ തന്നെയാണ് നല്ല ജ്യോത്സ്യനും. അപ്പം നമ്മൾ ആ ജ്യോത്സ്യരെ കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹവുമായി ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ കൊടുത്ത് ഒരു കുട്ടിയെ വളർത്തുവാൻ ജ്യോതിശാസ്ത്രത്തിന് ഒരുപാട് സഹായിക്കുവാൻ കഴിയും. തീർച്ചയായും ഓരോ കുട്ടിയുടെയും ജനനം മുതൽ ആ കുട്ടിയുടെ അടുത്തൊരു പങ്കാളിയെ കണ്ടെത്തി വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ ഏത് വിഷയത്തിലാണോ അവന് താല്പര്യമെന്ന് അവൻ്റെ 10ാം ഭാവത്തെ നോക്കിയിട്ട് അവൻ ഇന്ന കർമ്മത്തിനാണ് യോഗം കൂടുതൽ, ഇന്ന മേഖലയിൽ പഠിച്ചാൽ ഇവൻ മിടുക്കനാവും, അതുകൊണ്ട് അവനെ അല്ലാതെ ഡോക്ടറുടെ മകൻ ഡോക്ടർ തന്നെ ആവണം, രാഷ്ട്രീയക്കാരൻ്റെ മകൻ രാഷ്ട്രീയക്കാരനാവണം, എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മോൻ എന്നെപ്പോലെ തന്നെ ആവണമെന്ന് ഞാൻ വാശി പിടിക്കാതെ എൻ്റെ മോൻ്റെ ജാതകത്തിൽ അവൻ എന്തിനാണ് യോഗം, ആരായിത്തീരാനാണ് യോഗമെന്ന് ഒരുപാട് ഓപ്ഷൻസ് ജാതകത്തിൽ തന്നെയുണ്ട്. അതിലേറ്റവും കുഞ്ഞിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവന് പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവന് എല്ലാത്തിനും അവനോട് അവൻ്റെ ഒരാളായി നിന്നുകൊണ്ട് അവനെ കുടുംബത്തിലെ ഒരാളാക്കി നിർത്തി ജനിക്കുമ്പോൾ മുതൽ അവൻ കുടുംബത്തിലെ ഒരംഗമാണ്. അവനെ ഒന്നിനും മാറ്റി നിർത്താതെ എല്ലാം അവൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് സുഖ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു നല്ല കളിത്തോഴനാവണം, അല്ലെങ്കിൽ നല്ലൊരു കളി കൂട്ടുകാരിയായി മാറണം അമ്മ. അപ്പോഴാണ് അവർക്ക് അവരുടെ ഇഷ്ടങ്ങളെല്ലാം പറയാൻ, അവരുടെ വിഷമങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സഹായം അവർക്ക് ആവശ്യമാണ്. അപ്പോഴത്തേക്കും അവർ വേറൊരു തലത്തിലേക്ക് ചിന്തിക്കില്ല. കാരണം വേണ്ടതെല്ലാം വീട്ടിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ജാതകത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ചൊവ്വ നീചത്തിലാണെങ്കിൽ ഉടനെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലും മുരുകൻ അമ്പലത്തിലെ യഥാശക്തി വഴിപാട് കഴിച്ചാൽ ദോഷം മാറ്റുവാൻ ശ്രമിക്കണം. കുഞ്ഞിൻ്റെ കുറ്റം കൊണ്ടായിരിക്കില്ല കുഞ്ഞിന് എന്തെങ്കിലും ദേഷ്യമോ മറവിയോ ഒക്കെ വരുന്നത്. അത് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പാപപുണ്യത്തിൻ്റെ, അവർ മുൻ തലമുറയിൽ ചെയ്തു പോയിരുന്ന പുണ്യപാപങ്ങളുടെ കണക്കാണ് കുട്ടികളുടെ ജാതകത്തിൽ ഉണ്ടാവുക. അപ്പോൾ കുട്ടിയെ ചീത്ത പറയാതെ അച്ഛനും അമ്മയും അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കുട്ടികൾക്ക് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതോടൊപ്പം ആധ്യാത്മികമായ സാഹചര്യവും ആത്മീയമായ വളർച്ചയ്ക്കുള്ള വഴികളും പ്രാർത്ഥിക്കുവാനുള്ള അവസരം. ഒരു കുട്ടി ജനിച്ച് അറിയുമ്പോൾ മുതൽ സൂര്യനെ കാണുമ്പോൾ ആ സൂര്യ നമസ്കാരത്തിന്, ആ സൂര്യ ഭഗവാന്റെ തത്സദ്വിദൂവരണ്യം ഭർഗോ ദേവസ്യ ധീമഹിം എന്ന് അച്ഛനും അമ്മയും പറയുന്നത് കേട്ടാൽ, സഹോദരനോ സഹോദരിയോ മാമനോ മാമിയോ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ കുട്ടി അതെല്ലാം കേട്ടുവയ്ക്കും. രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥന ചെയ്യുന്ന ഒരു വീട്ടിലെ കുട്ടി വൈകുന്നേരം കുഞ്ഞിനെ മടിയിൽ എടുത്തു വെച്ച് നാമം ചെല്ലുന്ന ഒരു കുട്ടി, ഒരു രക്ഷിതാവ്, ആ കുട്ടിയിൽ ദൈവികത വളർത്താൻ മറ്റൊന്നും ആവശ്യമില്ല. 5 മിനിറ്റെങ്കിലും ആ കുഞ്ഞിനോട് കൂടി ഒപ്പം ഇരുന്നു കൊണ്ട് നാമം ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ഇന്ന കുടുംബത്തിലാണ് ഇന്ന പ്രാർത്ഥനകളാണ് നമ്മൾ ചെയ്യേണ്ടത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തന്നെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഭൂമി ദേവിയെ തൊട്ട് വന്ദിക്കുന്നതിന്, മുതിർന്നവരെ ബഹുമാനിക്കുന്നതിന്, നമ്മളെക്കാൾ വലിയവരെ ആരായിക്കൊള്ളട്ടെ അവരെ ബഹുമാനിക്കാൻ പഠിക്കുന്നത്, സ്നേഹിക്കാൻ പഠിക്കുന്നത്, പങ്കുവയ്ക്കാൻ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ ബാലപാഠങ്ങളാണ്. ചെറുപ്പത്തിൽ മുതൽ തന്നെ വേണ്ടതായ എല്ലാ അറിവുകളും കൊടുത്ത് അവരുടെ കുറവുകൾ എവിടെ, ഏത് മേഖലയിലെന്ന് ഒരു ജ്യോത്സ്യനും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. അപ്പം ജ്യോതിശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി എല്ലാ കുറവുകളും പരിഹരിച്ച് ഒരു ഉത്തമ വ്യക്തിയാക്കി മാറ്റുമ്പോൾ ആ വ്യക്തി നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കൂടെ സമ്പത്താണ്. അങ്ങനെ ഒരു രാഷ്ട്രം ഏറ്റവും നല്ല രാഷ്ട്രമായി തീരാൻ ഓരോ രക്ഷിതാവും വിചാരിച്ചാൽ
എല്ലാം ഭംഗിയാവും. ജ്യോതിശാസ്ത്രം അതിന് തീർച്ചയായും ഒരു നല്ല അനുഗ്രഹമായി തീർന്നിരിക്കും. എല്ലാവർക്കും ജ്യോതിശാസ്ത്രപരമായ അറിവുകൾ നേടുന്നതിനും അതിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. അപ്പം ഓരോ കുട്ടിയെയും ഈ സമൂഹത്തിൻ്റെ സമ്പത്തായി മാറ്റുവാൻ തന്നാലാവുന്നതെല്ലാം ചെയ്യുമ്പോഴാണ് ഒരു രക്ഷിതാവ് തൻ്റെ കടമ പൂർത്തിയാവുന്നത്. തീർച്ചയായും അതിനുള്ള ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.